രോണി, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. നീ വന്ന് കിടക്കുമോളെ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. രമണി എന്നെ അറിയുമോ? സൈക്കോളജി പ്രൊഫസറായിരുന്നു ഫാദർ സക്കറിയാസ്. എനിക്ക് ഓർമ്മയുണ്ട്. വേണ്ട, ഇരുന്നോളൂ. രമണിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായി കലാശിക്കും. താങ്ക് യു. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ റോയ് മിടുക്കനാണ്. പിന്നെ ഇക്കാലത്ത് ട്യൂമർ ഒരു മാറാരോഗവുമല്ല. എനിക്ക് ട്യൂമറാണോ? ഞാൻ പിന്നീട് വരാം മിസ്റ്റർ പ്രഭേ. ഇന്ന് വരെ ഒരു കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പോ രമണി, ട്യൂമറാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഒരു മൈനർ ഓപ്പറേഷനാ മോളെ. അല്ല, എനിക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്നേഹം എന്താ കുളിക്കുന്നില്ലേ? ഉറക്കം എണീറ്റപ്പോ മുതൽ മനസ്സിനൊരു വല്ലായ്മ. എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ. വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പം അതൊക്കെ തോന്നും. അല്ല ടീച്ചർ, ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോ മുതൽ മനസ്സിനൊരു വല്ലായ്മ. അവരുടെ അമ്മ പറഞ്ഞയച്ചു എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. പോകുന്നോ? പോകുന്നെങ്കിൽ ഞാനും കൂടെ വരാം. ഇല്ല, പോകുന്നില്ല. മിസ്റ്റർ പ്രഭയ്ക്ക് അറിയാമോ ഇന്നലെ ഈ സ്കൂളിലാണെന്ന്? ഇല്ല. ചേട്ടനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം ഭംഗിയായി നടത്തും. അതിന്റെ ആഗ്രഹം കൂടിയാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, അവരുടെ അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. ചേച്ചിക്ക് വേഗസുഖം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്നാലും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളെ ലത വളർത്തണം. ചേട്ടനെ നല്ലതുപോലെ നോക്കണം. അമ്മ സ്വർഗത്തിൽ പോവാണോ?
രക്ഷപ്പെട്ടു പ്രഭേ. യെസ്, രക്ഷപ്പെട്ടു. യെസ്, ഷീ എസ്കേപ്ഡ്. ഇന്നും ആ കുട്ടികൾ വന്നില്ലല്ലോ ടീച്ചർ. ഇന്ദിരയ്ക്ക് എപ്പോഴും അവരുടെ ഓർമ്മ തന്നെ. അവരുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണെന്ന് കേട്ടു. അതുകൊണ്ടായിരിക്കും അവർ വരാത്തത്. അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിനാ വല്ലവരുടെയും കുട്ടികളെ കാണുന്നത്? അവരെന്നെ വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു. അതൊരു മനഃശാസ്ത്രമാണ്. മനസ്സിൽ വെച്ച് പൂജിക്കുന്ന പുരുഷന്റെ കുട്ടികളോട് എപ്പോഴും സ്നേഹക്കൂടുതലായിരിക്കും. അതറിയുന്നതിന് മുമ്പ് തന്നെ എനിക്കവരെ ഇഷ്ടമായല്ലോ. ആ, ബെല്ലടിക്കാറായി. വേഗം ഊണ് കഴിക്ക്. അനിയൻകുട്ടി എവിടെയമ്മേ? എല്ലാം ആഗ്രഹിച്ച പോലെ ഭംഗിയായി കലാശിച്ചു. ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ആ, തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഇങ്ങെത്താം. ഈ ആണ്ടത്തെ ഓണം നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം. എന്താ മിസ്റ്റർ പ്രഭേ, ഞങ്ങളെല്ലാം ഇങ്ങെത്താം. നമുക്ക് ഊഞ്ഞാലി കെട്ടണം. അതിനോട് മരങ്ങളില്ലല്ലോ. അപ്പൂപ്പന്റെ വീട്ടിൽ കേട്ടാവല്ലോ. വാമോളെ, ഈ ആണ്ടത്തെ ഓണം എല്ലാവർക്കും കൂടി ഇവിടെ വെച്ച് ആഘോഷിക്കാം.